സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ കമ്മീഷൻ റേഷൻ വ്യാപാരികൾക്ക് നൽകാത്തതിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ കടകൾ അടച്ച് ധർണ നടത്തി. AKRRDA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺസൺ വിളവിന ധർണ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തെ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്, മധ്യസ്ഥനായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം അത് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഒരു തീരുമാനവും നാളിതുവരെയായിട്ട് നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. കടകൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ മാസം ഒരു കട വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ദിവസവും ഇങ്ങനെ പ്രായമുള്ളവർ അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ളവർ കടകൾ വേണ്ട 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 എന്ന് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് റേഷൻ മേഖലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കുത്തക മുതലാളിമാർക്ക് അവൻ്റേതായി മാറും ഈ രാജ്യം. അവിടെയാണ് ഇതിൻ്റെ ഒരു അപകടം. കാരണം 70-65 വരുന്ന ശതമാനത്തോളം വരുന്ന സാധാരണക്കാരൻ്റെ ഏക ആശ്രയമായ ഈ മേഖല തകർന്നാൽ പിന്നെ അതുപോലെയുള്ള കുത്തകകളുടെ കയ്യിലേക്ക് ഈ കൊച്ചു കേരളം മാറിയാൽ പിന്നെ അവരായിരിക്കും വില നിശ്ചയിക്കുന്നത് ഈ രാജ്യത്ത്. ഇപ്പം തന്നെ പറയാം, എല്ലാ മേഖലകളും തകർന്നു പോയി. കാരണം വെറുതെ പഞ്ചായത്തൊക്കെ ഞങ്ങൾ വെറുതെ ഇരിക്കുക. കാരണം 1 രൂപ പോലും വിൽക്കുന്നില്ല എന്നാണ് കച്ചവടക്കാർ പറഞ്ഞത്. കാരണം ഓൺലൈൻ മാർക്കറ്റ്, കുത്തകൾ ഓൺലൈനാണ്. രാവിലെ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് സാധനം തരിക. അപ്പോൾ 2-3 ഷാപ്പും രാവിലെ വന്ന് കട തുറക്കുക, വെറുതെ ഇരിക്കും. അപ്പോൾ വല്ലാത്തൊരു അവസരമായിട്ട് വല്ലാത്തൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഈ റേഷൻ മേഖല ഉൾപ്പെടെയുള്ള ചെറുകിട കച്ചവടക്കാരെ മൊത്തം സംരക്ഷിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. MP സഞ്ജു അധ്യക്ഷത വഹിച്ചു. ധർണയിൽ രാജശേഖരക്കുറുപ്പ്, ജിജി ഓലിക്കൽ, ജെസ്സി മാത്യു, അനു പി സാം, സജി പാലക്കുന്നിൽ, മാത്യു ജോൺ, MS പ്രസാദ്, എബി മാത്യു മോനച്ചൻ മനാത്തറയിൽ, സുരേഷ് ബാബു, രാഘവ വർമ്മ, ജോയി വാര്യാപുരം, തമ്പാൻ കുമ്പഴ, പ്രവീൺ നാരങ്ങാനം തുടങ്ങിയവർ സംസാരിച്ചു. 9 മലയാളം ന്യൂസ്, പത്തനംതിട്ട.